മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. കൺമുന്നിൽ കണ്ടത് സത്യമാണോ കൺകെട്ടാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. ആ വിഗ്രഹം മീരയെ അവരുടെ ആൾക്കാരും ചേർന്ന് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുവച്ചിട്ട് നടത്തിയ നാടകമായിരുന്നു അത്. അല്ലെങ്കിൽ അടഞ്ഞു കിടന്ന ആ ശ്രീകോവിലിന്റെ വാതിലിൽ കൂടി അതിനകത്ത് വിഗ്രഹം ഉണ്ടെന്ന് മീര കണ്ടതെങ്ങനെയാ? അത് ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തതായിരിക്കും. എന്റെ അമ്മേ, പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അഭി, അവർക്ക് അങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ ചെയ്യേണ്ട കാര്യം എന്താ? പഴയ വിഗ്രഹം കോടതിയിൽ നിന്ന് തിരിച്ചു കിട്ടാതായപ്പോ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാമെന്ന് അവരോട് പോയി പറഞ്ഞത് നമ്മളാ. പുതിയ വിഗ്രഹം തഞ്ചാവൂരിൽ നിന്ന് വരാൻ കാത്തു നിന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായതും അത് വരാതിരുന്നതും അവര് ക്രിയേറ്റ് ചെയ്തതാണോ? പ്രതിഷ്ഠ നടക്കില്ലെന്നറിഞ്ഞപ്പോ മീരയും അവളുടെ വീട്ടുകാരും എത്രമാത്രം ദുഃഖിച്ചുവെന്ന് നീ തന്നെ നേരിട്ട് കണ്ടതല്ലേ. എല്ലാരും അത്ര പെർഫെക്റ്റായി അഭിനയിച്ചു എന്നാണോ നീ പറയുന്നത്? ആ, എനിക്കങ്ങനെ തോന്നിയേ. ശരി, നിനക്ക് അങ്ങനെ തോന്നുന്നു സമ്മതിക്കാം. പക്ഷേ അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കൂടി നീ പറയണം. നമ്മളെ ഇംപ്രസ് ചെയ്യാൻ, അല്ലാതെ എന്തിനാ? നമ്മളെ ഇംപ്രസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് നേട്ടം? അവരുടെ ആവശ്യം ആ ക്ഷേത്രത്തിൽ വീണ്ടും പൂജ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു. പിന്നെ അവര് നമ്മുടെ മുമ്പിൽ നാടകം കളിക്കുന്ന എന്തിനാ? മീരയെ ഈ വീട്ടിലെ മരുമകളാക്കാൻ അമ്മ ആലോചിക്കുന്നില്ലേ? ആ കാര്യം എന്താ നിങ്ങൾ രണ്ടുപേരും മറന്നുപോയോ? ദേവ ബിൽഡേഴ്സിന്റെ MD-യുടെ ഭാര്യ ആകുന്നത് എന്താ അത്ര ചെറിയ കാര്യമാണോ? അതിനു വേണ്ടി അവർക്ക് കുറച്ച് നാടകം കളിച്ചാൽ എന്താ? അഭി, വിവാഹത്തിന്റെ ആലോചനയെക്കുറിച്ച് നമുക്ക് മാത്രമേ അറിയൂ. അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു വെക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും പറ്റില്ല. ബാക്കിയുള്ളവരാരും മണ്ടന്മാരല്ലല്ലോ. ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന്? മഹാദേവൻ അങ്കിൾ കമ്പനിയിൽ ചെയ്തോണ്ടിരുന്നത് എന്താ? എല്ലാവരെയും അങ്കിൾ പറ്റിച്ചില്ലേ? വിഘ്നേഷ് ചേട്ടനെ പുറത്താക്കാൻ എന്തൊക്കെ ചെയ്തു? അതിന്റെ പേരിൽ ആദർശിന് പോലും വിഘ്നേഷ് ചേട്ടനോട് കുറെ നാള് ദേഷ്യമായിരുന്നില്ലേ? പിന്നെ വിസ്മയ ചെയ്തത് എന്താണെന്ന് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഈ രണ്ടുപേരും എവിടെ? കള്ളത്തരം കാണിച്ചും മാനിപ്പുലേഷൻ കാണിച്ചും ഒരാൾക്ക് അധിക കാലമൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. അത് ശരിയായിരിക്കാം. പക്ഷേ കുറെ നാൾ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് പിടിച്ചു നിൽക്കാമല്ലോ. ആ സമയം കൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറ്റും. മഖി കമ്പനിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്കറിയായിരുന്നു. ആദർശ് എടുത്തതുപോലെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് മനസ്സ് വരാത്തത് കൊണ്ടാ ഞാനത് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് അതൊന്നും മഖിയുടെ മിടുക്കാണെന്നൊന്നും നീ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ വിസ്മയ ചെയ്തത് അത് ചതിയായിരുന്നു, വിശ്വാസവഞ്ചനയായിരുന്നു. അവളെ ഞങ്ങളെല്ലാം വിശ്വസിക്കാൻ കാരണം വേറെ ആരുമല്ല, നീയും വിഘ്നേഷുമാണ്. വിസ്മയുടെ ആലോചന വേണ്ടെന്ന് ആദർശ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അതൊക്കെ ഒരാൾക്കുണ്ടാകുന്ന മനസ്സിന്റെ തിരിച്ചറിവാണ്. അത് പലപ്പോഴും പൂർണ്ണമായ ബോധത്തോടെ നമ്മൾ കണക്കുകൂട്ടി പറയുന്നൊന്നും ആയിരിക്കില്ല. നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ നമുക്ക് തോന്നിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ആ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. ജീവിതത്തിലെ ഭാഗമായി വരുന്ന മോശം സ്വഭാവമുള്ള മനുഷ്യർ ഒഴിഞ്ഞു പോകുന്നത് ഭാഗ്യം തന്നെയാണ്. പക്ഷേ മീരയുടെ കാര്യം അങ്ങനെയല്ല. ആ കുട്ടി നല്ല ബുദ്ധിയും നല്ല സ്വഭാവ ഗുണവും നല്ല ഭക്തിയും ഈശ്വരാനുഗ്രഹവും ഉള്ള കുട്ടിയാണ്.
അതവളെ ആദ്യം കണ്ട അന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ അത് സംശയരോഗമാണ്. പല കാര്യങ്ങൾക്ക് നീ വിഘ്നേഷിനോട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ വിസ്മയുടെ കാര്യം കൂടെ സംഭവിച്ചോടെ നിനക്ക് ആരെയും വിശ്വാസം ഇല്ലാതായി. അതുകൊണ്ടാണ് മീരയുടെ കാര്യത്തിലും നിനക്ക് ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ നടന്നത് അത്ഭുതം തന്നെയാ. അത് ഭഗവാന്റെ അനുഗ്രഹ. മീര ഒരുപാട് പ്രത്യേകതകളുള്ള നല്ലൊരു കുട്ടിയാ. അവൾ ഈ വീട്ടിൽ മരുമകളായി വരണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. മോനെ, നീ അവളെ വിവാഹം കഴിക്കണം. അതുപോലൊരു പെൺകുട്ടിയെ നമ്മൾ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല. പണവും പ്രതാപവും എല്ലാം വരുന്നതും പോകുന്നതുമാണ്. പക്ഷേ ഒരാളുടെ അടിസ്ഥാന സ്വഭാവം അതെന്നും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് അമ്മ പറയുന്ന നീ അനുസരിക്കണം. എനിക്കും എതിർപ്പൊന്നുമില്ലമ്മേ. അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നുമില്ല. മീരയ്ക്കും അവളുടെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ വിവാഹം നടത്താം. വേദന ഇപ്പൊ എങ്ങനെയുണ്ട് ബീനാമേ? ഇപ്പൊ അങ്ങനെ വലിയ വേദനയൊന്നും ഇല്ല. ഇനി പതിയെ പതിയെ പിടിച്ച് നടന്നു തുടങ്ങണം. ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നടന്നു തുടങ്ങിയാൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. വാക്കർ എന്തെങ്കിലും വാങ്ങണോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പതിയെ പതിയെ പിടിച്ചു നടക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ മുറിയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് മുറിയിലേക്കും നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വരുന്നില്ലേ? ഇനി അതൊക്കെ പതിയെ തനിയാക്കാം. ആരോ വന്നല്ലോ. ആ, മനോജായിരിക്കും. വാ മോനെ. വരൂ മാഡം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതി മനോജായിരിക്കുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. വാ മോനെ. ബീനാമേ, ഇരിക്കും മാഡം. ആ, ഇരിക്കും മീന. എങ്ങനെയുണ്ട് ഇപ്പൊ കാലിന്? കുഴപ്പമില്ല. ഞാൻ ചായ എടുത്തിട്ട് വരാം. അല്ല, ഇപ്പൊ എടുക്കണമെന്നില്ല മീര. പെട്ടെന്ന് എടുത്തിട്ട് വരാം. എന്ന മീരയുടെ ഇഷ്ടം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ശരിക്കും ആ വിഗ്രഹം ഭഗവാൻ തന്നെ അവിടെ എത്തിച്ചതാവൂ അല്ലേ? അതെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതേക്കുറിച്ച് പറയുകയായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാവും ആ വിഗ്രഹം തിരിച്ചു കിട്ടിയത്. പ്രത്യേകിച്ച് മീരയുടെ പ്രാർത്ഥന. അതൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഈശ്വരനും ആവില്ല. ഞാൻ പലപ്പോഴും ഓർത്തിരുന്നു, മീര ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം ഈശ്വരൻ മീരയ്ക്ക് കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതെല്ലാം നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണെന്ന്. ഈശ്വരന്റെ പ്ലാനും പദ്ധതിയും ഒന്നും തിരിച്ചറിയാതെ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് നമ്മളെന്ന്. അതെ, മാഡം പറഞ്ഞത് സത്യമാണ്. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്നും തിരിച്ചു കിട്ടില്ലെന്നും ഉറപ്പിച്ച വിഗ്രഹമാണ് അവിടേക്ക് തിരിച്ചു വന്നത്. അത് ശരിക്കൊരു വലിയ അത്ഭുതം തന്നെയാ. ഇതെല്ലാം സാധ്യമായത് അന്ന് മാഡവും ആദർശം വന്ന് നമുക്ക് പുതിയ വിഗ്രഹമാണെങ്കിലും അവിടെ പ്രതിഷ്ഠ നടത്താമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതൊക്കെ ഓരോ തോന്നലുകൾ നമ്മളിൽ ഉണ്ടാവുന്നതല്ലേ. ബിസിനസ്സിൽ നമ്മൾ ഒരു വഴി അടയുമ്പോൾ മുന്നോട്ട് പോകാൻ പല വഴികൾ ആലോചിച്ച് കണ്ടെത്തും. അത് ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാ അല്ലേ ഹരി? അതെ. ഞങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഇപ്പോൾ വന്നത്. നമ്മളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായതുകൊണ്ട് ഇതിനിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ലല്ലോ. കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതി. അതിനെന്താ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത്
കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ഈശ്വരവിശ്വാസം വളരെയധികം കൂടുക. കാരണം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പല പല സംഭവങ്ങളിലേക്കും അതിൽ നിന്നും ഭാവിയിലേക്കും വളരും. അല്ല, ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതെ, മീര കമ്പനിയിൽ ജോലിക്ക് വന്നതു മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണല്ലോ ഞങ്ങളിപ്പോ ഇവിടെ വരെ എത്തുന്ന ഒരടുപ്പം രണ്ടു കുടുംബങ്ങളും തമ്മിൽ ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം. അതെ, അത് ശരിയാ. മീര അവിടെ ജോലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും തമ്മിൽ പരിചയപ്പെടുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ക്ഷേത്രവും വിഗ്രഹവും തിരികെ കിട്ടുകയും ചെയ്യില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമാണെന്ന്. ഇതെല്ലാം നല്ല ഭാവിയിലേക്ക് കൂടിയുള്ള ഒരു ചുവടുവെപ്പാകാൻ കാരണമായേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, മീരയെ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ഇഷ്ടാണ്. മീര ആദ്യം കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നപ്പോഴേ എനിക്ക് മീരയിൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായി തോന്നിയതാണ്. അതെല്ലാം സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് മീരെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എൻ്റെ മകന്റെ ഭാര്യയായി, എൻ്റെ മരുമകളായി നൽകാമോ എന്ന് ചോദിക്കാനാ ഞങ്ങൾ വന്നത്. അല്ല, പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് മാഡം ഇപ്പോൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എന്ത് മറുപടി പറയണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതെനിക്ക് മനസ്സിലാവും. സമയമെടുത്ത് എല്ലാം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഇങ്ങനെയൊന്നുമല്ല കല്യാണം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ് തീരുമാനിക്കുന്നതാണ് നല്ലതെന്നാ എൻ്റെ അനുഭവം. അതാ ഇങ്ങനെ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് ശരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ പല രീതിയിലും ബാധിക്കും. അതെ മീര, പെട്ടെന്ന് കല്യാണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് തോന്നും. ഈ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നായാലും ഒരു ലൈഫ് പാർട്ട്ണറൊക്കെ വേണമല്ലോ. ഇവിടെ മീരയുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ട് അറിയിച്ചാൽ മതി. ശരി മാഡം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മീരേ, കോളടിച്ചല്ലോ. ഇത് നിന്റെ ഭാഗ്യാ മീരേ. ദേവാ ബിൽഡേഴ്സ് ആണ് കയ്യിൽ വരാൻ പോകുന്നത്. ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യാ. ദേ, നീ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ബന്ധം വേണ്ടാന്നൊന്നും വെക്കരുത്. നമുക്ക് വേണോന്ന് തോന്നുമ്പോ കിട്ടുന്നൊന്നും അല്ല ഇത്തരം ഭാഗ്യങ്ങള്. ഇവളെന്താ ഒന്നും പറയാതെ പോയത്? വന്നു കയറിയ മഹാലക്ഷ്മിയെ അച്ഛനമ്മളോട് ഇറക്കി വിടുവോ? ഹരിയേട്ടാ, മീര എവിടെ? അവള് മുറിയിലോട്ട് പോയി. ഹരിയേട്ടൻ ഇവിടെ ഇരുന്നേ. എന്താ? അതെ, അവൾ എന്തെങ്കിലും മുടക്കമൊക്കെ പറയും. ഹരിയേട്ടൻ വേണം മീരെ പറഞ്ഞു മനസ്സിലാക്കാൻ. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാ. വെറുതെ അത് കളയരുത്. എന്റെ ഈശ്വര, ഇരിക്കും മോളെ. അവര് പറഞ്ഞതൊക്കെ മോള് കേട്ടില്ലേ? എന്താ മോളുടെ അഭിപ്രായം?
വിവാഹത്തിന്റെ കാര്യത്തിൽ എന്റെ അഭിപ്രായം ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ. ഉടനെ ഒരു വിവാഹത്തോട് എനിക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാനാവുന്നില്ല. മോളെ, എന്തായാലും വിവാഹം വേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല ആലോചനയാണെന്ന് തന്നെയാ. ആദർശിനെയും മാധവി മാഡത്തിനെയും നമുക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ പിന്നെ പുതിയൊരു സാഹചര്യത്തിൽ ചെന്നായി വിവാഹശേഷം മോൾക്ക് തോന്നുകയുമില്ല. അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ആദർശ് സാറിനോടും ആ കുടുംബത്തോടും എനിക്ക് താല്പര്യക്കുറവൊന്നും ഉള്ളതുകൊണ്ടല്ല ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത്. മോള് പറയുന്നത് ശരിയാണ്. പക്ഷേ മോളെ സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കുക എന്നത് അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഏറ്റവും ഭംഗിയായി ചെയ്താൽ മാത്രമേ അച്ഛന് മനസ്സമാധാനം ഉണ്ടാവൂ. പക്ഷെ അച്ഛാ, മോളെ, വിവാഹ കാര്യത്തിൽ അവസാന തീരുമാനം മോളുടെയാ. കാരണം ഇത് മോളുടെ ജീവിതമാണ്. മോളാ ജീവിക്കേണ്ടത്. പക്ഷേ അച്ഛൻ്റെ മാനസികാവസ്ഥ കൂടി മോള് മനസ്സിലാക്കണം. ഏതൊരച്ഛനും സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യോഗ്യതയും ആദർശനുണ്ട്. അറിഞ്ഞിടത്തോളം നല്ല സ്വഭാവമാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം, നമ്മളെക്കാൾ സാമ്പത്തികമായി അവര് ഒരുപാട് മുകളിലാണെന്നുള്ളതാണ്. പക്ഷേ ഈ വിവാഹം നമ്മൾ ആലോചിച്ചെന്നല്ല. മോളെയും മോളുടെ സ്വഭാവം കണ്ടിട്ട് ഇഷ്ടത്തോടെ അവരിങ്ങോട്ട് വന്നതാ. അപ്പൊ അതിലും വലിയ പ്രശ്നമില്ലല്ലോ. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ സ്വഭാവ ഗുണമുള്ള ആളാണ് ആദർശ് സാർ. അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾക്ക് പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സിൽ വിവാഹം എന്നൊരു ചിന്തയില്ല അച്ഛാ. ഒരു കുടുംബിനിയായി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നും അറിയില്ല. ആര് പറഞ്ഞു സാധിക്കില്ലെന്ന്? എന്റെ മോള് ചെന്ന് കയറുന്ന വീട്ടില് ഐശ്വര്യമേ ഉണ്ടാവൂ. പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടല്ലല്ലോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അത്തരം ടെൻഷനൊക്കെ എൻ്റെ മോൾക്ക് തോന്നുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ മോളുടെ അമ്മ കൂടെ ഇല്ലാത്തതുകൊണ്ടാ. അങ്ങനെയല്ല അച്ഛാ. മോളെ, ഇത് ഭഗവാന്റെ തീരുമാനമാണെന്നാണ് അച്ഛന് തോന്നുന്നത്. നമ്മൾ ആരും ഓർക്കാതെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇപ്പോൾ ആദർശം ഒരു അവകാശമാണ്. എന്തോ ഒരു ചേർത്ത് വയ്ക്കൽ ഭഗവാനായി തന്നെ ചെയ്യുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നതിൽ ആദർശിന്റെയും വീട്ടുകാരുടെയും സഹായം മറക്കാനാവില്ല. എന്റെ മോള് ഭഗവാൻ കാണിച്ചിരുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വില കൊടുക്കുന്ന കുട്ടിയല്ലേ. അച്ഛൻ പറഞ്ഞതിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. മനസ്സിലാവുന്നുണ്ട്. അച്ഛന്റെ തീരുമാനം പോലെ എന്തിനും ഞാൻ തയ്യാറാ. അത് മതി. അത് പക്ഷേ മോളുടെ പൂർണ്ണ അനുഭവത്തോടെ തന്നെ ആവണം. എനിക്ക് ദോഷം വരുന്ന ഒന്നും അച്ഛൻ തീരുമാനിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ ഞാൻ തടസ്സം നിൽക്കുന്നത്? അച്ഛന് സന്തോഷമായി. നമുക്ക് എല്ലാവരുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം എടുക്കാം. മോളുടെ നല്ലൊരു ജീവിതം കാണാൻ എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് മോളുടെ മുത്തശ്ശിയും അമ്മാവനും എല്ലാം. അവരോടുകൂടി ചോദിച്ച ശേഷം ഉചിതമായ ഒരു തീരുമാനം നമുക്ക് മാധവ മേഡത്തിനെ അറിയിക്കാം. ശരി അച്ഛാ. മോളെ, നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയതോടെ പ്രതീക്ഷിക്കാതെ പല ഭാഗ്യങ്ങളും നമ്മളെ തേടി വരുന്നു എന്ന് തോന്നുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട വിഗ്രഹം തിരികെ കിട്ടി. അത് മോള് പൂജിക്കാൻ തുടങ്ങിയപ്പോഴാ നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം വന്നത്. ഇപ്പതാ അതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. ഈ വരുന്ന ഓരോ ശുഭവാർത്തയും പുതിയ ഐശ്വര്യങ്ങൾ വരുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവർക്കും ലാഭേച്ഛയില്ലാതെ പൂജിക്കുന്നവർക്കും അറിയിക്കുന്നതിനപ്പുറം ഭഗവാൻ തിരികെ നൽകുവച്ച അച്ഛൻ സന്തോഷമായിട്ടിരിക്കുക. അതെ, എനിക്ക് മറ്റൊന്നും വേണ്ട മോളെ. മോളുടെ നല്ല ഭാവി, സന്തോഷമുള്ള ജീവിതം, അത് കണ്ടാൽ മതി അച്ഛന്. എന്നാ അച്ഛനങ്ങോട്ട് ചെല്ലട്ടെ മോളെ.